Good morning, dear students. Today we are entering to the final accounts of a sole proprietor with adjustments and adjustment entries. Entries you need not be thorough, but before doing a problem, I must tell something about the adjustments, right? So these are the main adjustments that comes. First one is closing stock, and next is outstanding expenses, prepaid expenses, accrued income, income received in advance, interest on capital, interest on drawings, interest on loan, interest on investment, depreciation, bad debts, provision for bad and doubtful debts, provision for discount on debtors, income tax paid, manager's commission. Right. First one is closing stock, and you know what is closing stock? The stock that is there in the business at the end of the accounting period. Clear? And how it is presented in the trading account. The closing stock is shown in the credit side of the trading account if it is given as an adjustment. Clear? And in the balance sheet it is shown in the asset side under the head current assets. Clear? So closing stock, the problem related to closing stock is given here. The value of closing stock shown as adjustment on 31st March 2016 is rupees 10,000. Clear? How it is written in the trading account? It is written in the credit side, and in the balance sheet it is written in the asset side. That is already clear. Clear? So and next is outstanding expenses. What is outstanding expenses? ഈ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ഇൻകർ ചെയ്തിട്ടുള്ള എക്സ്പെൻസിനെയാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. എപ്പോഴും നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് തിങ് വാട്ട് യു ഹാവ് ടു സീ ഈസ് ദാറ്റ് ഓൺലി വാട്ട് ഈസ് റിലേറ്റഡ് ടു ദിസ് കറൻറ്റ് ഇയർ ഹാസ് ടു ബി റിട്ടൺ. What is belong to the past year, I mean last year, and what all expenses belong to the next year should be avoided, and what is related to this year must be properly recorded. Clear? ചിലപ്പോൾ ഈ വർഷത്തെ എക്സ്പെൻസ് കൊടുത്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഈ വർഷത്തെ എക്സ്പെൻസസ് കൊടുത്തിട്ടുണ്ടാവില്ല വെച്ചാൽ തീർച്ചയായിട്ടും അത് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണം. ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി ആഡഡ് and it should be shown in the profit and loss account or trading account. Suppose if you have paid anything in advance which is not related to this year but which is related to the next year, it has to be excluded. നമ്മൾക്കൊരു കൺസെപ്റ്റ് പ്രകാരം നമ്മൾ പറയേണ്ടത് ഈ വർഷത്തെ റവന്യൂ ആയിട്ട് ഈ വർഷത്തെ എക്സ്പെൻസസ് മാച്ച് ചെയ്യണം. ക്ലിയർ? അത് മാച്ച് ചെയ്ത് പോകണം. ഒരിക്കലും ഈ വർഷത്തെ റവന്യൂവിൽ അടുത്ത വർഷത്തെ എക്സ്പെൻസോ മുന്നത്തെ വർഷത്തെ എക്സ്പെൻസോ കാണിക്കാൻ പാടില്ല. ഈ വർഷം ഇൻകർ ചെയ്ത എക്സ്പെൻസസ് കാണിക്കാതിരിക്കാനും പാടില്ല. സോ വാട്ട് ഓൾ ഈസ് റിലേറ്റഡ് ടു ദിസ് പെർട്ടിക്കുലർ ഇയർ ഹാസ് ടു ബി ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ക്ലിയർ? So next is outstanding expenses. The expense what is related to the accounting period but which is not shown is known as outstanding expenses. Clear? ചിലപ്പോൾ സാലറി ആവും. നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസിനെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നൊന്നും പറയില്ല, എന്താണ് ഫൈനൽ അക്കൗണ്ട്സിൽ വരിക എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. ട്രേഡിംഗ് അക്കൗണ്ടിലായാലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായാലും ഈ എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ഹാസ് ടു ബി ആഡഡ് അലോങ് വിത്ത് ദ പെർട്ടിക്കുലർ എക്സ്പെൻസസ്. ക്ലിയർ? അപ്പോൾ എവിടെയാണ് ചിലപ്പോൾ സാലറി ആവും, ചിലപ്പോൾ വേജസ് ആവും. ഈ എക്സ്പെൻസ് ട്രേഡിംഗ് അക്കൗണ്ടിലാവാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാവാം. ഇതിൽ എവിടെയാണ് വരുന്നത് വെച്ചാലും ആ എക്സ്പെൻസിൻ്റെ കൂടെ ഈ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്ത് കാണിക്കണം. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് ടു ബി ഡെബിറ്റഡ് ഇൻ ദ ട്രേഡിംഗ് അക്കൗണ്ട് അലോങ് വിത്ത് ദ പെർട്ടിക്കുലർ എക്സ്പെൻസസ്. ക്ലിയർ? ബാലൻസ് ഷീറ്റിൽ എന്താ കാണിക്കുക? ഇറ്റ് ഈസ് എ കറൻറ്റ് ലയബിലിറ്റി. ബാലൻസ് ഷീറ്റിൽ നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഇസ് നോട്ട് ഗിവൺ, കൊടുത്ത് തീർത്തിട്ടില്ലാത്തതുകൊണ്ട് ലയബിലിറ്റിയാണ്. ലയബിലിറ്റി മീൻസ് വാട്ട്? വി ഹാവ് ടു പേ, നമ്മൾക്ക് അടയ്ക്കേണ്ട സാധനമാണ്. അപ്പോൾ അത് കറൻറ്റ് ലയബിലിറ്റിയാണ് ആൻഡ് ഇസ് ഷോൺ ഇൻ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ക്ലിയർ? സോൾ പ്രൊപ്രൈറ്ററെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഫോർമാറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് ഇപ്പോഴും ടി ഷേപ്ഡ് ആണ്. നോർമലി നമ്മൾ കമ്പനി ഫോം ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ടി ഷേപ്ഡ് നിന്ന് മാറി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലാണ് ഇപ്പോൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അടുത്ത സെമ്മ് മുതൽ പഠിക്കും.
പക്ഷേ സോൾ പ്രൊപ്രൈറ്റർ ഇപ്പോഴും ഇങ്ങനെയാണ് നമ്മൾ, കാരണം ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി, കമ്പൽസറി ആയിട്ട് സോൾ പ്രൊപ്രൈറ്ററിന് ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം നിർബന്ധമില്ലാത്തതുകൊണ്ട് ഹീ ഈസ് ഡൂയിങ് ഹിസ് ബിസിനസ് ഇൻ ദ സെയിം ഫോർമാറ്റ് വാട്ട് ഈസ് ബീങ് ഫോളോഡ് ഇൻ ദ പാസ്റ്റ്. But when you are dealing with company accounts, the format we follow is different. Balance sheet ആണെങ്കിലും liability side, asset side എന്ന് പറഞ്ഞാലും it is a column. It is not in a columnar form. It is in a statement form. Clear? So അടുത്തതായിരുന്നു ഔട്ട്സ്റ്റാൻഡിങ്. ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ ബാക്കി നിങ്ങളോട് പറയുക പ്രീപെയ്ഡ് ആണ്. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, അടുത്ത അക്കൗണ്ടിങ് പീരീഡിന് ഉള്ളതായിരിക്കും, നേരത്തെ കൊടുത്തു. ഇറ്റ് ഈസ് നോൺ ആസ് അൺഎക്സ്പെയർഡ് എക്സ്പെൻസസ്. Expenses are paid in the accounting period. They are not incurred during the accounting period. Clear? അപ്പോൾ എക്സ്പെൻസസ് ആണ് എങ്ങനെയാണ് വരിക? അപ്പോൾ നമ്മളുടെ ഡെബിറ്റഡ് ഫ്രം പെർട്ടിക്കുലർ എക്സ്പെൻസ്. അതായത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇൻഷുറൻസ് ഇസ് പ്രീപെയ്ഡ് എന്ന് പറയുമ്പോൾ ഇൻഷുറൻസിൽ നിന്ന് അത് ലെസ് ചെയ്ത് കാണിക്കുന്നതിനെയാണ് ഡെബിറ്റഡ് എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റിൽ നമ്മൾ പറയുക ഇറ്റ് ഈസ് ഓൾറെഡി ഗിവൺ ഇൻ അഡ്വാൻസ്, സോ ഇറ്റ് ഈസ് എൻ അസെറ്റ് ഫോർ ദ കൺസേൺ. ഇറ്റ് ഈസ് ഷോൺ ഇൻ ദ അസെറ്റ് സൈഡ് അണ്ടർ ദ ഹെഡ് കറന്റ് അസെറ്റ്. കറന്റ് അസെറ്റ് എന്ന ഹെഡിലാണ് നമ്മളിത് കാണിക്കുക. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് അക്രൂഡ്. ആൻഡ് നെക്സ്റ്റ് ഇസ് അക്രൂഡ് ഇൻകം. ക്ലിയർ? അക്രൂഡ് ഇൻകം എന്താ പറഞ്ഞാൽ ഈ ഒരു അക്കൗണ്ടിങ് ഇയറിൽ തന്നെയാണ് ഏൺ ചെയ്തിരിക്കുന്നത്. ഇൻകം ആട്ടോ, ഇറ്റ് ഈസ് യു ആർ സ്പീക്കിംഗ് അബൌട്ട് ദി ഇൻകം. പക്ഷേ റിസീവ് ചെയ്തിട്ടില്ല. നമ്മൾക്ക് ഈ വർഷം തന്നെ കാണിക്കേണ്ട ഒരു ഇൻകമാണ്. ഇറ്റ് ഈസ് നോട്ട് റിസീവ്ഡ്. ഔട്ട്സ്റ്റാൻഡിങ് പോലെ ഈ വർഷം ഇൻകർ ചെയ്തതാണ്, പക്ഷേ അടുത്ത കൊല്ലം കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഇത് നേരെ തിരിച്ച് ഇത് നമ്മൾ റിസീവ് ചെയ്തിട്ടില്ല, പക്ഷേ എന്ത് ചെയ്യണു, നമ്മൾക്ക് ഈ വർഷം കാണിക്കണം. അപ്പോൾ എന്താ ചെയ്യുക, ക്രെഡിറ്റ് സൈഡിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ ഇൻകംസ് എഴുതുക. അപ്പോൾ ആ ഇൻകത്തിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്ത് കാണിക്കണം. ആഡ് അക്രൂഡ് ഇൻകം. ക്ലിയർ? സോ ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് accrued income is added to the particular income. In balance sheet it is shown on the asset സൈഡിലാണ് കാണിക്കുക. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ലയബിലിറ്റി സൈഡിലാവുമ്പോൾ എപ്പോഴും ആലോചിക്കുക അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയില്ല അക്രൂഡ് ഇൻകം, ബട്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം. Clear? So that accrued income is shown in the asset side of the balance sheet. It is an asset for us. It is accrued for us. Clear? And it is never a liability for us. Liability ആയിട്ടല്ല നമ്മൾ കാണിക്കാറ്. Clear? And next is income received in advance. Income received in advance refers to the income or portion of income received in an accounting year which is not earned in the accounting period. അതായത് നമ്മൾ അടുത്ത കൊല്ലത്തെയാണ് നമുക്ക് നേരത്തെ കിട്ടുകയാണ്, ഒരിക്കലും ഈ വർഷം ഉള്ളതല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ഈ വർഷത്തെ ഇൻകത്തിൽ നിന്ന് അതിനെ എക്സ്ക്ലൂഡ് ചെയ്യണം. സോ ഇൻകത്തിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യുക, ലെസ് ഡിഡക്ട് ദ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആൻഡ് ഇറ്റ് ഈസ് ഷോൺ ഇൻ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. റൈറ്റ്? അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, പ്രസൻറ്റേഷൻ നോക്കിയാൽ തന്നെ അറിയാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആ പെർട്ടിക്കുലർ ഇൻകത്തിൽ നിന്ന് ഡിഡക്ട് ചെയ്തിട്ടാണ് കാണിക്കുക. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, നേരത്തെ കിട്ടി, അടുത്ത കൊല്ലം കിട്ടേണ്ട ഇൻകം ആണ് ഈ കൊല്ലത്തെ ഫൈനൽ അക്കൗണ്ട്സിൽ വരാൻ പാടില്ല. ക്ലിയർ? ഇൻ ബാലൻസ് ഷീറ്റ് ഇറ്റ് ഈസ് എൻ അഡ്വാൻസ് ബീങ് കറന്റ് ലയബിലിറ്റി is shown on the liability side of the balance sheet. It is shown in the liability side of the balance sheet. Right? And next is interest on capital. Interest on capital എന്താ, പ്രൊപ്രൈറ്റർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊപ്രൈറ്റർക്ക് ക്യാപിറ്റലിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ക്ലിയർ? ക്യാപിറ്റൽ പ്രൊപ്രൈറ്ററെ കൊണ്ടുവരുന്ന വെച്ചാലും നമ്മൾ സെപ്പറേറ്റ്ലി ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൽ എന്താ പറഞ്ഞാൽ ഇറ്റ് ഇസ് ട്രീറ്റഡ് ആസ് ടു ഡിഫറെൻറ്റ്, അല്ലേ? ഓണർ ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദ ബിസിനസ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് പ്രകാരം ക്യാപിറ്റൽ കൊണ്ടുവന്നത് പ്രൊപ്രൈറ്റർ ആണെങ്കിലും ഇറ്റ് ഈസ് എ ലയബിലിറ്റി ടു ദ ബിസിനസ്. ഹെൻസ് ഇൻട്രസ്റ്റ് മേ ബി പ്രൊവൈഡഡ് ഓൺ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ക്ലിയർ? സോ ആ ഒരു ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് ട്രീറ്റഡ് ആസ് എ ബിസിനസ് എക്സ്പെൻസ്. അത് ബിസിനസ് എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണത്. എങ്ങനെയാണ് വരിക, എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇസ് ഷോൺ ഓൺ ദ ഡെബിറ്റ്സ്. സോ ഇറ്റ് ഇസ് in the profit and loss account it is shown in the debit side of amount of interest and capital being it is an expense ആണ്. ക്യാപിറ്റലിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് ആണ്. it is shown in the debit side of the
in profit and loss account, and in the balance sheet it is added to the capital on the liability side of the balance sheet. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് റിഫ്രഷ് ചെയ്ത് പോണത്. ഇനി പറയാതിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നേരെ തിരിച്ചാണ്. ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ ഡ്രോയിങ്സിൻ്റെ ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് തരികയാണ്. ക്ലിയർ? പ്രൊപ്രൈറ്ററുടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ നേരെ റിവേഴ്സ് എൻട്രിയാണ് വരിക. നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇസ് ഷോൺ ഇൻ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ആസ് ഇറ്റ് ഇസ് ആൻ ഇൻകം. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് ആണല്ലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുക. Amount of interest on drawings is deducted from the capital on the liability side of the balance sheet. Balance sheet liability side lana adu cheya. Clear? And next is interest on loan. Loan inde molli interest edutha adu endha undava? Outstanding interest aanu, expense aanu, ആഡഡ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ കൂടെ എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് കൊടുത്ത് തീർത്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ മിക്കപ്പോഴും ഈ ലോണിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഹിഡൻ ആയിട്ടാണ് തരാം. 6% ലോൺ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ്. അപ്പോൾ 6% ആണ് ലോണിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ 6% ഓഫ് ലോൺ എന്നുള്ളത് കണ്ടു നോക്കണം. എന്നിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ തന്നിട്ടുണ്ടാവും, അത് ചിലപ്പോൾ ഫുൾ എമൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ബാക്കി നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. എന്നിട്ട് അത് ബാലൻസ് ഷീറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് ആണ്, ലോണിൻ്റെ കൂടെ നമുക്ക് കിട്ടേണ്ട എമൗണ്ട് ആണ്, ലോണിൻ്റെ കൂടെ അത് ആഡ് ചെയ്യുക ലയബിലിറ്റി സൈഡിൽ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ മുഴുവൻ കൊടുക്കണ്ട, 5000 കൊടുക്കേണ്ടടുത്ത് 2500 കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ 2500 ഡെബിറ്റ് ചെയ്യണം ആ എമൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട്. ആൻഡ് ഇൻ ദ ലയബിലിറ്റി സൈഡ് ലോൺ കാണിക്കുമ്പോൾ ലോണിൻ്റെ കൂടെ ഈ എമൗണ്ട് വാട്ട് ഈസ് ഗിവൺ ഇൻ ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഹാസ് ടു ബി ആഡഡ്. കാരണം അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊടുത്തതാണ് ആഡ് ചെയ്യാത്തത്. ക്ലിയർ? ആ ഒരു എമൗണ്ട് നമ്മൾ ആഡ് ചെയ്ത് കാണിക്കണം. Is it clear for you? And next is interest on investment. Interest on investment ഒക്കെ ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ നേരെ തിരിച്ചാണ്. നമ്മൾക്ക് കിട്ടണ ഇൻകാണ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതൊക്കെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസും ഇൻകം ഔട്ട്സ്റ്റാൻഡിങ് അക്രൂഡ് ഇൻകം ഒക്കെ പറയില്ലേ, അതേപോലെ തന്നെയാണ് നമ്മളതിനെ ട്രീറ്റ് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുക. കിട്ടാത്ത ഇൻകത്തിനെയാണ് പറയണത്. And in the balance sheet, amount of accrued interest being a current asset is shown in the asset side of the balance sheet. Asset side la kanikka same entry ആണ്, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിലായിട്ട് നമ്മൾ. ആൻഡ് നെക്സ്റ്റ് ഇസ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷനും ഒരു കോമൺ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് ഡെബിറ്റഡ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ കോമൺ ആയിട്ട് വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്. ഡിപ്രിസിയേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാവർക്കും അറിയുണ്ടാവും. ഇറ്റ് ഈസ് ഡെബിറ്റഡ് ഇൻ ദ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. റെസ്പെക്റ്റീവ് അസറ്റിന് ചാർജ് ചെയ്യണതാണ്. ബാലൻസ് ഷീറ്റിൽ കാണിക്കുമ്പോൾ അസറ്റിൽ നിന്ന് മൈനസ് ചെയ്ത് കാണിക്കണം. അസറ്റ് സൈഡിലാണ് നമ്മൾ ആ ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് എഴുതുക. ക്ലിയർ? ഡിപ്രിസിയേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു പിന്നെ ബ്രിഡ്ജ് കോഴ്സിൽ നമുക്ക് പഠിക്കാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം അടുത്ത ദിവസം ചെയ്യും. അടുത്ത ദിവസമല്ല, ഇന്ന് തന്നെ വൈകുന്നേരം പറ്റിച്ചാൽ 2 പ്രോബ്ലം ചെയ്ത് അപ്ലോഡ് ചെയ്യും. നോർമലി വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഇത്. ബാഡ് ഡെറ്റ്സിലേക്കൊക്കെ കടക്കുമ്പോഴേക്കും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ബ്രിഡ്ജ് കോഴ്സിൽ നമ്മളത് ചെയ്യുന്നില്ല. ഇത്രേ ആവശ്യമുള്ളൂ. കാരണം നമുക്കിനി അടുത്ത സെമസ്റ്ററിൻ്റെ പോർഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് വൈകുന്നേരം വി വിൽ ബി ഡൂയിങ് 2 പ്രോബ്ലംസ് ഇൻക്ലൂഡിങ് ഓൾ ദീസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ക്ലിയർ? ആൻഡ് വി വിൽ സ്റ്റോപ്പ് വിത്ത് ദിസ് ചാപ്റ്റർ. ഓക്കെ, എന്നിട്ട് നമ്മൾ നാളെ മറ്റന്നാളായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. നമ്മളുടെ റെഗുലർ സ്ട്രീം നാളെ തന്നെ തുടങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ.